ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ലൊരു മോർണിംഗ് ആണ് കേട്ടോ. സമയം ഒരു 7:30 ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ പലക്കെ തേച്ച് വന്ന് ഒരുങ്ങി സെറ്റായി നിങ്ങളുടെ മുമ്പിൽ വീഡിയോ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാനിതൊരു ടൈം മാനേജ്മെൻറ്റിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇത്രയും നേരത്തെ എഴുന്നേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒത്തിരി ടൈം വേണം, എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ടൈം വേണം, ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ടൈം വേണം. അപ്പോൾ അതൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല. നമ്മുടെ ഡെയിലി റുട്ടീനെ അതൊന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് വ്ളോഗ് എടുക്കുക അങ്ങനെയൊക്കെ തീരുമാനിച്ചത്. അപ്പം വെൽക്കം ടു റിയ സോണി യൂട്യൂബ് ചാനൽ. നിങ്ങളോട് സംസാരിക്കുന്ന എൻ്റെ പേര് റിയ എന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഗോ വിത്ത് ഫ്ലോ എന്ന് പറയുന്നൊരു പാറ്റേണിൽ കൂടെ പോകാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ഇന്ന് നമുക്ക് മെയിനായിട്ടും ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രാഫ്റ്റിങ്ങിൻ്റെ ഒന്ന് രണ്ട് വീഡിയോസ് നമുക്ക് എടുക്കാറുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നിങ്ങളെ കാണിക്കാം. പിന്നെ ഇവിടെ അടുത്ത എന്തെങ്കിലും കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ അത് കാണിക്കാം. ക്രാഫ്റ്റിങ്ങിൻ്റെ വീഡിയോ എടുക്കുന്ന കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അല്ലെങ്കിൽ ഇത് വേറൊരു വ്ളോഗ് തന്നെയായിട്ട് വരും. എന്നുവെച്ചാൽ ക്രാഫ്റ്റിങ്ങിൻ്റെ വീഡിയോസിൻ്റെ വേറെ തന്നെ ഒരു വ്ളോഗായിട്ട് വരുമായിരിക്കും. എനിക്കറിയത്തില്ലടാ എങ്ങനെ പോവും, എന്തായി പോവും, എങ്ങോട്ട് പോവും, എന്ത് ചെയ്യുന്നു എനിക്കറിയത്തില്ല. നിങ്ങൾ പോകുന്നത് പക്ഷെ എന്നാലും നമുക്ക് നോക്കാം. പിന്നെ ഇന്നലത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ പുതിയൊരു എഡിറ്റിംഗ് സംഭവം അവലംബിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ നമ്മുടെ ഇന്നലത്തെ വ്ളോഗ് പോയി കണ്ടാൽ മതിയേ. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് അപ്പോൾ ഓരോന്നായിട്ട് കാണാം. ബ്രേക്ക്ഫാസ്റ്റ് മമ്മി എന്താ ഉണ്ടാക്കിയേക്കുന്നത് നമുക്ക് ആദ്യം പോയി കാണാം. അത് കഴിഞ്ഞ് ബാക്കി. ഓക്കെ, അപ്പോൾ ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. കോശിനെ ഒന്ന് രണ്ട് വട്ടം ട്രോൾ ചെയ്യുമ്പോഴത്തേക്കും കോശുവിന്റെ ഫേസ് കാണിക്കത്തില്ല കേട്ടോ. ഇതാണ് അവസ്ഥ. കോശു ഫുഡ് കഴിക്കുകയാണ്. എന്താ കഴിക്കാനുള്ളത്? ഇടിയപ്പോ, മൈ ഫേവറേറ്റ്. നമുക്ക് ഇടിയപ്പത്തിലേക്ക് പോവാം. അതിന് മുന്നേ മമ്മി ഇവിടെ ചെറിയൊരു പാചകത്തിലാണ്. നമുക്കിത് കഴിക്കാൻ ഇടിയപ്പമാണ് എൻ്റെ ഫേവറേറ്റ്, വൺ ഓഫ് ദി ഫേവറേറ്റ് സാധനമാണ് ഇടിയപ്പം. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വട്ടം നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് കഴിക്കും പറയാം. പിന്നെ എന്നത്തെ പോലെ കടലക്കറിയാണ് കേട്ടോ. നമുക്ക് മീൻചാറ് വെള്ളം എടുക്കാവേ. നമുക്ക് ചട്ടിക്കുള്ളിൽ ഇന്നലത്തെ നല്ല അടിപൊളി മീൻകറി ഉണ്ട് കേട്ടോ. അപ്പോൾ അതെടുക്കാം, അതായിരിക്കും നല്ലത്. ആഹാ, എന്താ കളറ്! എനിക്ക് ലൈഫിൽ ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊരു കാര്യം കാണിച്ചു തരാം. അത് ഉപ്പാണ് കേട്ടോ. എനിക്ക് ഉപ്പ് സൈഡിൽ വെച്ചിട്ടില്ലെങ്കിൽ കഴിക്കാൻ പറ്റില്ല. ഇതിൻ്റെ കഥ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ പറയാവേ. അപ്പം നല്ല മീൻകറിയും ഇടിയപ്പവും ഒക്കെ കൂട്ടി ഒരു പിടി പിടിച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിൻ്റെ കാര്യം സംസാരിക്കാം കേട്ടോ. അതെനിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. പക്ഷെ അതിന് മാത്രമൊന്നുമില്ല, എന്നാലും ഞാൻ പറയാം. ഓക്കെ, അപ്പം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് കാണാം. ക്യാമറ ഇവിടെയാണോ എന്ന് എനിക്ക് കൺഫ്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എടുക്കുന്ന ബാക്ക് ക്യാമറയിലല്ല കേട്ടോ, ഫ്രണ്ട് ക്യാമറയിലാണ്. അപ്പം ഞാൻ പിന്നെ ഇവിടെ നോക്കി സംസാരിക്കുന്നു. ഇവിടെയാണ് നോക്കി സംസാരിക്കേണ്ടത്. ഓക്കെ 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 അപ്പം പോയി കഴിച്ചിട്ട് വരാം. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഫിനിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനങ്ങനെ ചായ കാപ്പിയൊന്നും കുടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിപ്പം 6-7 മാസത്തോളമായി രാവിലെ ചായയോ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും കുടിച്ചിട്ട് ഞാൻ കുടിക്കാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ പഞ്ചസാര വെള്ളം കുടിക്കണ്ട എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കഫീനിലും, ഇവിടെ കോഫിയാണ് ഉണ്ടാക്കാറ്, അപ്പോൾ കഫീനിലും എനിക്ക് ചെറിയൊരു അലർജി ഉണ്ട്. അപ്പം വെറുതെ അതിനെ ട്രിഗർ ചെയ്യിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് രാവിലെ ഞാൻ ചായ കുടിക്കാത്തത്. രാവിലെ ചായയും കുടിക്കത്തില്ല, കാപ്പി കുടിക്കത്തില്ല, ഒന്നും കുടിക്കത്തില്ല. കുറച്ച് വെള്ളം മാത്രം കുടിക്കും. അങ്ങനെയാണ് മോർണിംഗ് റുട്ടീൻ ഇങ്ങനെ പോകുന്നത്. അതേപോലെ ഞാനിപ്പം രാവിലെ ചായ കുടിക്കാത്തതുകൊണ്ട് തന്നെ വീട്ടിൽ ആരും രാവിലെ ചായ കുടിക്കാറില്ല. രാവിലെ ആരും ചായയോ കാപ്പിയോ ഒന്നും കുടിക്കത്തില്ല. പഞ്ചസാര ഇട്ട് ഒരു സാധനം രാവിലെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ വല്ല ഗസ്റ്റോ അങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടുമായിരിക്കും കേട്ടോ ചായ. ആർക്കും കൊടുക്കത്തില്ലെന്നൊന്നുമില്ല. പകലും ഞങ്ങൾ രാവിലെ രാവിലെ ഞങ്ങളാരും ചായയോ കാപ്പിയോ ആരും ഒന്നും കുടിക്കാറില്ല. പിന്നെ അമ്മച്ചി മധുരം ഇടാതെ കട്ടൻ കാപ്പി വല്ലതും കുടിക്കും. അത് പണ്ടോട്ടേ ശീലിച്ച് വന്നുകൊണ്ട് അമ്മച്ചിക്ക് അങ്ങനെ പെട്ടെന്ന് കഫീന്ന് ഇങ്ങനെ മാറാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും. വേറെ ഞങ്ങൾ ആരും കുടിക്കാറില്ല. പിന്നെ വൈകിട്ട് ചായ മസ്റ്റാണ് കേട്ടോ. എനിക്ക് വൈകിട്ടാകുമ്പോഴത്തേക്കും എനർജി എല്ലാം പോയി ചായയും കാപ്പി എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കുമ്പോഴത്തേക്കും ഒരു എനർജി ബൂസ്റ്റിങ് പോലെ തോന്നാറുണ്ട്.
അതുകൊണ്ട് വൈകിട്ട് ചായ കുടിക്കും, രാവിലെ ഞങ്ങളാരും കുടിക്കാറില്ല. അങ്ങനെ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെന്താണ് പറയാനുള്ളത്? ഉപ്പിൻ്റെ കാര്യം. ഇനി ഉപ്പിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ അറിയാവുന്നവർക്കറിയാം, ഉപ്പില്ലാതെ എനിക്കൊരു വസ്തു ഇറങ്ങത്തില്ല. എന്ന് വെച്ചാൽ എനിക്ക് ഉപ്പില്ലാണ്ട് ഫുഡ് കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെയോ ഒരു കുഴപ്പമാണ്. ഞാൻ നല്ലപോലെ ഉപ്പ് കൺസ്യൂം ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. പക്ഷേ എല്ലാവരും പറയും ഇങ്ങനെ ഉപ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രഷർ കൂടി ചത്തു പോകുന്നൊക്കെ. എല്ലാ വട്ടവും തല കറങ്ങുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടറിനോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, പ്രഷർ ലോ ആയിട്ടാണ്. എനിക്ക് എപ്പോഴും പ്രഷർ ലോ ആയിരിക്കും കേട്ടോ. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. അതെന്താ അങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതിന് മാത്രം ഉപ്പെടുത്ത് തിന്നാറുണ്ട്, പക്ഷെ എനിക്ക് എപ്പോഴും പ്രഷർ ലോ ആണ്. അത് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അതേപോലെ പിന്നെന്താണ്, എനിക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കുമായിരിക്കും. അതായിരിക്കും എനിക്ക് ഉപ്പ് കഴിക്കാൻ ഇത്രയും ത്വര തോന്നുന്നത്. എനിക്കറിയത്തില്ല. വലിയ കാര്യത്തിൽ ASMR വീഡിയോ എന്നൊക്കെ പറഞ്ഞ് ഷൂട്ട് ചെയ്താണ് കേട്ടോ. സ്റ്റോറേജ് ഫുള്ളായിട്ട് ക്യാമറ ഒന്ന് നൈസായിട്ട് ഓഫ് ആയി പോയി. അപ്പം നമുക്ക് മീഷോയിൽ നിന്നൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് അൺബോക്സ് ചെയ്തപ്പം ചെറുതായിട്ട് എന്ത് പറ്റി, ചെറുതായിട്ട് ക്യാമറ ഓഫ് ആയി പോയി. അപ്പം നമുക്കിതൊന്നുകൂടെ സെറ്റ് ചെയ്യാം. തോന്നരുത്. ക്ഷമിക്കണം മുതലാളി. വ്ളോഗിന്റെ കൂടെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ശരിക്കുള്ള ഇതിന്റെ ഒരു വീഡിയോ ഷോർട്സിലായിരിക്കും വരിക. ഇത് ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് റീക്രിയേറ്റ് ചെയ്യുന്നു, അത്രമാത്രം. അപ്പൊ നമുക്ക് മീഷോയിൽ നിന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ 2 ടാൻ ടോപ്പ് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. എൻ്റെ പൊന്ന് ഗൈസ്, അടിപൊളി ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും ഒന്നും പറയാനില്ല. സൈസ് പിന്നെ കുറച്ച് എനിക്കൊന്ന് വലുതാണ് കേട്ടോ. നിങ്ങൾ ഒരു സൈസ് കുറച്ചെടുത്താൽ മതി, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇത് ശരിക്കും സെറ്റ് സാധനമാണ്. ഒരു വൈറ്റും ഒരു ബ്ലാക്കും ആണ് കേട്ടോ വരുന്നത്. ഒരു 2 എണ്ണമായിട്ടായിരുന്നു ഉണ്ടായിരുന്ന ഓഫർ. എത്ര രൂപയായി? 160 രൂപയും കണ്ടേ ആയിട്ടുള്ളൂ. പക്ഷെ എല്ലാ ഗേൾസിന്റെ കയ്യിലും മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ്. ടാൻ ടോപ്പ് ഇട്ടിട്ട് അതിന്റെ മേലെ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷർട്ടും ഇട്ട് അതിന്റെ ബട്ടണൊക്കെ ഓപ്പൺ ചെയ്ത് ഇട്ട് പെയർ ചെയ്യാനാണെങ്കിൽ ഉണ്ടല്ലോ, സെറ്റ് സാധനമാണ്. നിങ്ങൾ ഗേൾസ് എല്ലാവരും ഓരോ സെറ്റ് വെച്ചിട്ട് മേടിച്ച് വെച്ചോ. എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരും. നിങ്ങൾ സ്ലീവ്ലെസ് ബ്ലൗസ് ഒക്കെ ഇടുന്നവരാണെങ്കിൽ ഇത് അത്യാവശ്യം സാരി ബ്ലൗസ് ആയിട്ടും പോകും കേട്ടോ, നല്ലതാണേ. സ്ലീവ്ലെസ് ഒക്കെ ഇടുന്നവർക്ക് ഇത് ഓക്കെ ആയിരിക്കും. അല്ലാത്തവർ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പെയർ ചെയ്താൽ മതി, സെറ്റാടാ. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇനി എന്താണ് ഞാൻ നിങ്ങളെ കാണിക്കുക, നമ്മുടെ പച്ചക്കറി തോട്ടത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് ഇറക്കിക്കൊണ്ട് പോട്ടെ. പക്ഷെ സ്റ്റോറേജിന്റെ ഇഷ്യൂസ് വരുന്നുണ്ടടാ, ഇടയ്ക്കിടയ്ക്ക് ഇത് റെക്കോർഡ് ആവുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഇപ്പം ബാക്ക് ക്യാമറ വെച്ചിട്ടാണ് കേട്ടോ നിങ്ങളോട് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കങ്ങ് അറിയാനും പറ്റുന്നില്ല. ഇതാണ് പ്രശ്നം. പണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, പണ്ട് ഞാൻ ഈ കണ്ടന്റ് ക്രിയേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കൊച്ചു ഫോണിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ് നമ്മൾ 100K ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഫോണൊക്കെ മാറ്റുന്നത്. അതും ഞാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല, എൻ്റെ കയ്യിലെ പൈസ വെച്ചിട്ടാണ് ഞാൻ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോൺ വാങ്ങിക്കുന്നത്. ഈ കണ്ടന്റ് ക്രിയേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് എനിക്കുണ്ടായിരുന്നു, ഞാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കത്തില്ല. എന്ന് വെച്ചാൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ സമയമാവുമ്പോൾ ഞാൻ തന്നെ വാങ്ങിക്കും. അതുവരെ ഞാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കത്തില്ലെന്ന്. അതുവരെ എന്നല്ല, ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ എനിക്ക് ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു. നാവൊക്കെ ഇങ്ങോട്ടൊക്കെ പോകുന്നു, ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു. ഞാൻ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊന്നും ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ലായിരുന്നടാ എനിക്കൊരു ചാനലുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാമോ, അങ്ങനെയൊന്നും ഞാൻ ഒരാളോടും റിക്വസ്റ്റ് ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് ഇത്രയും നാളായി ഞാൻ ഇതുവരെ ഒരാളോടും പറഞ്ഞിട്ടില്ല എനിക്കിങ്ങനെ ഒരു ചാനലുണ്ട്, വന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. എനിക്കതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നിയായിരുന്നു. അതേപോലെ 100K ആയി കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടു. 100K എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റാറ്റസ് ഇട്ടപ്പോഴാണ് എല്ലാവരും അറിയുന്നത് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അത് 100K ആയി. അവരോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് ഒത്തിരി പേര് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താടാ നീ പറയാഞ്ഞേ, ചാനലുള്ള കാര്യം എന്താടാ പറയാഞ്ഞേ, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യായിരുന്നല്ലോ. എൻ്റെ പൊന്ന് ഗൈസ്, എനിക്കറിയാം, എന്നെ അറിയാവുന്ന ഒത്തിരി പേര് ഈ വീഡിയോ കാണുന്നുണ്ടെന്ന്. അവരോടൊക്കെ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താ പറയാഞ്ഞെന്ന് പറഞ്ഞായിരുന്നേ നിങ്ങളങ്ങ് മലമറിച്ച് തരുമായിരുന്നു. ഇല്ല, നിങ്ങളിരുന്ന് കുറ്റം പറയുമായിരുന്നു. സീരിയസ്ലി എനിക്കറിയാം, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ എനിക്ക് നല്ല പോലെ അറിയാം.
അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആരെടുത്തും പറയാണ്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതും ഇവിടം വരെ എത്തിയതും. മനസ്സിലായല്ലോ? ഇനിയിപ്പം കൂടുതൽ ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമില്ലല്ലോ. ഇല്ല. എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ ഭയങ്കര ജഡ്ജ്മെൻറ്റലാടാ. നമ്മൾ ഇപ്പം ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്നില്ല, ആരെന്ത് ചെയ്താലും അവരെ പോയി ഇങ്ങനെ ജഡ്ജ് ചെയ്യും. അയ്യോ അവരെന്താ അങ്ങനെ ചെയ്തേ, അവരങ്ങനെ ചെയ്ത് ശരിയായില്ല. എന്താണ് നിങ്ങളൊന്നും 90s ഇങ്ങോട്ട് വന്നിട്ടില്ലേ, അല്ലെങ്കിൽ 80s 70s ഇങ്ങോട്ട് വന്നിട്ടില്ലേ? നേരെ വിളിക്കാത്ത ആൾക്കാരെ എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ. എനിക്കറിയത്തില്ല. ഞാൻ പക്ഷെ ആരോടൊന്നും പറയാറില്ല. എനിക്കറിയാം ഇപ്പം ഈ വീഡിയോ കണ്ടിട്ട് തന്നെ കുറ്റം പറയാൻ വേണ്ടി പോയ എത്രയോ പേരുണ്ടെന്ന്. സോ നമുക്ക് അതിൻ്റെ കണക്കുകളൊന്നും എടുക്കേണ്ട കാര്യമില്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ ചെയ്യാം. കുറ്റം പറയണോ കുറ്റം പറ, എന്ത് വേണേലും പറ. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം തലയ്ക്ക് വില ഉണ്ടാവും. അത് നിങ്ങളെ ഓരോ സമയത്ത് വന്നിട്ട് നിങ്ങളുടെ തലക്കിട്ട് ഓരോ അടി തരും, അത്ര തന്നെ. എന്തൊക്കെയാണ് പറയുന്നത്? ഒരു സ്റ്റോറേജ് തുടങ്ങിയ പ്രശ്നങ്ങളാ. എല്ലാം ഒഴിവാക്ക്. ഇനിയിപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുറച്ച് പച്ചക്കറികൾ നിങ്ങളെ കാണിച്ച് നിങ്ങളുടെ മനസ്സൊന്ന് ശാന്തമാക്കാം. ഞാൻ ആദ്യം വിചാരിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ്. പിന്നെ ഞാൻ വിചാരിച്ചു, ഇന്നലെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, റബ്ബർ ഷീറ്റ് അടിക്കുന്ന മിഷനൊക്കെ ഉണ്ട് നമുക്കിവിടെ നിന്ന്. അപ്പം അത് കാണിച്ചു തരാം. അത് എത്ര പേര് കണ്ടിട്ടുണ്ടാവും? എല്ലായിടത്തും സുലഭമായിട്ടുള്ള സാധനമാണ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് പോവാം. അപ്പോൾ മിഷൻ വരെ ഇവിടെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ പോയി കഴിയുമ്പോൾ താഴെ റോഷ കൈ പോവാനാ നീ ആ കളിക്കുന്നേ. ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. മെയിൻ ആവുന്നതാണ് കേട്ടോ. വേണേ ഒന്ന് ഫോക്കസ് ചെയ്യാം. ദശ ഇങ്ങോട്ടൊക്കെ റോഷ തല അതിൻ്റെ ഇടയ്ക്കൊന്ന് മാറ്റി. റോഷ ഞാൻ പറഞ്ഞു വിട്ടു കേട്ടോ. ചെറുക്കൻ അങ്ങ് കയ്യോ കാലോ എങ്ങാനോ ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല സുഖമായിരിക്കും. അപ്പം ഇതാണ് കേട്ടോ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ. ഫസ്റ്റ് ഷീറ്റ് ഇങ്ങനെ കയറ്റി വിട്ട് ഇങ്ങനെ ആക്കുന്നത്. ഇത് രണ്ടാമത്തെ ഷീറ്റ് ഇങ്ങനെ കയറ്റി വിട്ട് അച്ച് വരുമല്ലോ. നിങ്ങൾ ഷീറ്റ് കണ്ടിട്ടുണ്ടോ അവിടെ? ഇനിയിപ്പോൾ ഞാൻ ഷീറ്റും കൊണ്ട് കാണിക്കണോ? എന്നാൽ കാണിക്കാം. ഇതാണ് ഒരു അച്ച് പോലത്തെ സാധനം വരുന്ന മെഷീൻ. ഇതിവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാനുള്ള സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ച് വലുതായിട്ട് ഒരു ഗ്രാഹ്യം എനിക്കില്ല. അപ്പം നമുക്ക് ഇനി ചേട്ടൻ വെട്ടാൻ വരുമ്പോൾ, ഓമനക്കുട്ടൻ എന്ന് പറയുന്നൊരു ചേട്ടനാണ് നമുക്ക് റബ്ബർ വെട്ടുന്നത്. പുള്ളിക്കാരൻ വെട്ടാൻ വരുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ചോദിക്കാം ഒരു ദിവസം. അപ്പം അത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബിലോ. ഓക്കെ ബൈ. സാധാരണ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എൻ്റെ വീഡിയോ എടുക്കൽ കഴിയുന്നതാണ്. എന്നിട്ട് ഞാൻ എഡിറ്റിങ്ങിലോട്ട് എന്താ ഇത് സാധാരണ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എൻ്റെ വീഡിയോ എടുക്കൽ കഴിഞ്ഞിട്ട് ഞാൻ എഡിറ്റിംഗ് എന്ന് പറയുന്ന വലിയൊരു സംഭവത്തിലേക്ക് കിടക്കുന്നതാണ്. ഇന്ന് 10 മണിയായി, ഇതുവരെ വീഡിയോ എടുപ്പ് കഴിഞ്ഞിട്ടില്ല. കാരണം നമുക്ക് കണ്ടന്റ് ക്ഷാമോ അല്ല, അതങ്ങനെ പറയാനൊക്കത്തില്ല. എടുത്തിട്ടും അങ്ങ് മതിയാവുന്നില്ല. എന്താണോ എന്തോ. ഇനി നമുക്ക് എന്ത് കാണാം? ഇത് നമ്മുടെ മിഷൻ വരയോട് ചേർന്ന് തന്നെയാണ് നമുക്ക് എന്തുള്ളത്, വിറകുവര. ഇത് വിറകുവര അല്ലായിരുന്നു കേട്ടോ, തൊഴുത്തായിരുന്നു. ഇത് കണ്ടോ, മറ്റേ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന സ്ഥലം. ആർക്ക്? പശുവിന്. ഇത് നമ്മുടെ തൊഴുത്തായിരുന്നു. ഇതിപ്പം വിറകുവരയായി. വിറകുവര ഇപ്പം വിറകുവരയായിട്ട് തന്നെ ഇരിക്കുന്നു. അവിടെ നമുക്കൊരു വിറകുവരയും കൂടി ഉണ്ട് കേട്ടോ. അത് കണ്ടോ, അത് നമ്മുടെ വിറകുവര. ഇത് നമ്മുടെ ഇപ്പോഴത്തെ വിറകുവര, പുതിയ റിനോവേറ്റ് ചെയ്ത്. നിങ്ങൾ ചോദിക്കും, ഇതിന് മാത്രം വിറകുണ്ടോ? ഇതിന് മാത്രം 2 വിറകുവരയൊക്കെ ഉണ്ടാക്കാന്ന്. വിറകുവരയും ഉണ്ട്, അതുപോലെ വിറകും ഉണ്ട്. പക്ഷേ ഇവരുടെ ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിറക് വേനൽക്കാലത്ത് ചുള്ളിക്കമ്പ് വെച്ച് കത്തിക്കും. അപ്പം എന്താ വലിയ വിറക് വെച്ച് കത്തിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ പറയും മഴക്കാലത്ത് എടുക്കാനാണ്. എന്നിട്ട് മഴക്കാലത്ത് ഈ നല്ല വിറക് എടുക്കുമോ? അതുമില്ല. മഴക്കാലത്ത് പറമ്പിൽ നിന്ന് അപ്പം തന്നെ പറക്കിയിട്ട് കുറച്ച് വെയിൽ വരുമ്പോഴത്തേക്കും ഇട്ട് ഉണക്കി ആ വിറക് കത്തിക്കും. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ വിറക് വരെ ഇരിക്കുന്ന വിറക് എന്തിനാണ്? ആ വിറക് മറ്റേ ചെതലൊക്കെ ഉണ്ടല്ലോ, ചെതലൊക്കെ പിടിച്ച് ചെതലിനൊക്കെ തിന്നാൻ കൊടുക്കുന്ന വിറകാണ് ആ വിറക്. കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം ചെതല പിടിക്കും. അപ്പം മെല്ലെ ഇറക്കും. ചെതൽ പിടിച്ച് പോയി കഴിഞ്ഞു, അട്ട് പോയി കാണും. എന്നിട്ട് ഈ വിറകൊക്കെ ഇറക്കും. എന്നിട്ട് അത് വെച്ച് കത്തിക്കും. അങ്ങനെ ചെതലിന് തിന്നാൻ കൊടുക്കുന്ന സ്ഥലങ്ങളാണ് ഈ 2 വിറക് വരെ ഞങ്ങളുടെ വീട്ടിലെ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ കമൻറ്റ് ബിലോട്ടോ. ഇനി നമുക്ക് പച്ചക്കറിയിലേക്ക് കിടക്കാം. ഇവിടെ നമുക്ക് കോവയ്ക്കുണ്ട്, പാവയ്ക്കുണ്ട്, പടവലങ്ങയുണ്ട്, പയറുണ്ട്, പിന്നെന്താ ഉള്ള, കുമ്പളങ്ങയുണ്ട്. ഇപ്പോൾ ഇറക്കാം. മത്തങ്ങയൊന്നുമില്ല. എന്തൊക്കെയായിരുന്നു എല്ലാം ചുറ്റിപ്പോയി.
അങ്ങ് ഇവൻ ഇരുന്നങ്ങ് തള്ളും. നിങ്ങൾ എൻ്റെ തള്ളു കേട്ടാൽ പോരെ, ഇവൻ്റെയും കൂടെ കേൾക്കേണ്ട കാര്യമുണ്ട്. ആണ് നമ്മുടെ പാവല് കേട്ടോ, എന്നുവെച്ചാൽ പാവയ്ക്ക ഉണ്ടാക്കുന്ന സാധനം, ഉണ്ടാക്കുന്ന സാധനമല്ല ഉണ്ടാവുന്ന സാധനം. ഇതൊക്കെ ഇങ്ങനെ മൂടി കെട്ടി വെച്ചിരിക്കുന്ന ഈച്ചയൊന്നും വന്ന് കുത്തിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അകത്തൊക്കെ പാവയ്ക്കയുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ കൂടെ ചെറുതായിട്ട് പടവലവും കൂടെ പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കപ്പോൾ അതെ ഉണ്ട്. ഇത് കണ്ടോ, ഇത് പടവലത്തിൻ്റെ പൂവാണ് കേട്ടോ, കാണുന്നുണ്ടോ? ഉണ്ട്. ഇത് പടവലങ്ങയും പാവലും കൂടെ ഒരുമിച്ച് കയറി പോകുന്നതാണേ. പിന്നെ നമുക്ക് അവിടെ തന്നെ ഒരു തക്കാളി ഉണ്ട്. ഒരു തക്കാളിയല്ല, കുറച്ചധികം തക്കാളി ഉണ്ട് കേട്ടോ. ഇത് തക്കാളി. ഇതൊന്നും ഫോക്കസ് ആവുന്നില്ലല്ലോ, അതെന്താണ് ഇത് ഫോക്കസ് ആവാത്തത്? ചേട്ടാ, ഇത് തക്കാളിയുടെയാണ് കേട്ടോ. പിന്നെ ഇത് കുമ്പളമാണെന്നാണെന്നെ ഒരു വിശ്വാസം. നമുക്കപ്പോൾ അങ്ങനെ തന്നെ അനുമാനിക്കാം. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു നാരകമുണ്ട്, നാരങ്ങ ഉണ്ടാകുന്നത്. പിന്നെ കുറച്ച് പനിക്കൂർക്കയുണ്ട്, തുളസിയുണ്ട്, പയറിൻ്റെ 2-3 ഇതുണ്ട് കേട്ടോ. പിന്നെ ഒരു ചേമ്പ് കണ്ട് ആ സൈഡിൽ നിൽക്കുന്നുണ്ടോ, അവിടെ ഇപ്പോൾ. ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഈ ഒരു ഭാഗത്ത് ഫുൾ നമ്മുടെ പയറാണ്. നമുക്കിപ്പോൾ എന്നും പയർ കറി വെക്കാൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്നും ഇവിടെ പയറുതോരൻ ഉണ്ടാവും. അപ്പോൾ വീട്ടിൽ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് എന്നും ഈ വീട്ടിൽ പയറുതോരനാണ്. ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോളൂ. പിന്നെ കോവലുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്ക. നിങ്ങൾ വിചാരിക്കും കറി വെച്ച് കഴിക്കാനാണെന്നല്ല, എനിക്ക് വെറുതെ ഇങ്ങനെ പറിച്ച് തിന്നാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർ കമൻറ്റ് വിലൂ. നമുക്ക് വാളംപുളിയുടെ ഒരു കമനീയ ശേഖരം തരുന്ന പുളിമരം ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് പുളിമരം ഉണ്ട്, ഫാഷൻ ഫ്രൂട്ട് ഉണ്ട്, പേരക്കയുണ്ട്, മാവുണ്ട്, അതുണ്ട് ഇതുണ്ട് എല്ലാം ഉണ്ട്. ഞാൻ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പലരുടെയും കമൻറ്റ്സ് ഞാൻ കാണാറുണ്ട്. ഇവിടെ വന്ന് ഇതെല്ലാം കാണാൻ ആഗ്രഹമുണ്ടെന്ന്. ഒരു ദിവസം നിങ്ങൾ ആരെങ്കിലുമൊക്കെ കുറച്ച് പേരൊക്കെ വാ, എന്നിട്ട് ഇതെല്ലാം കാണ്, എന്നിട്ട് പോ. ഇതൊക്കെ ഒരു രസമല്ലേ എന്ന് വെച്ചിട്ട് എല്ലാവരും കൂടെ വരരുത് കേട്ടോ. ഒരു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മൊത്തം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവത്തില്ല. എത്ര പറമ്പുണ്ടെന്ന് പറഞ്ഞാലും 1.5 ലക്ഷം ആൾക്കാരെ ഒന്നും ഇവിടെ കൊണ്ട് നിർത്താനൊന്നും നോക്കത്തില്ല. സോറി. അപ്പൊ കുറച്ച് പേരൊക്കെ വന്നു, കുഴപ്പമില്ല. അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും തെറ്റിദ്ധരിച്ച് കാണും ഇതെല്ലാം നട്ടത് ഞാനാണെന്ന്. അല്ല കേട്ടോ, ഞങ്ങളുടെ മമ്മിയും അമ്മച്ചിയും കൂടെയാണ് ഇതെല്ലാം ചെയ്തത്. മമ്മി കിളയ്ക്കും, അമ്മച്ചി പറഞ്ഞു കൊടുക്കും എങ്ങനെയാ എന്താ ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ ഏതൊക്കെയാ എന്നൊക്കെ. അങ്ങനെയാണ് ഇത് ഇവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടായത്. പിന്നെന്താണ്, അയ്യോ മടുത്തടാ, കണ്ടോ വേർക്കാൻ തുടങ്ങി. നിങ്ങൾ ആരും തന്നെ പുറത്തിറങ്ങല്ലോ കേട്ടോ ഈ ടൈമിൽ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്യാമറ ഇവിടെ അല്ല റിയ, അവിടെ ആണ്. എനിക്കങ്ങ് മനസ്സിലാവുന്നില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ ഫ്രണ്ട് ക്യാമറയിലാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ക്യാമറ ഞാൻ അങ്ങോട്ട് നോക്കുമോ എന്താണോ എന്തോ. അപ്പം നല്ലപോലെ വേർത്തു, നല്ലപോലെ മടുത്തു, ക്ഷീണിച്ചു. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൂടത്ത് പുറത്തിറങ്ങരുത്. എന്നെപ്പോലെ പ്രാന്ത് കാണിച്ച് ഫോണും കൊണ്ട് പുറത്തിറങ്ങരുത് കേട്ടോ. ഈ നട്ടുച്ചയൊന്നായിട്ടില്ല, എന്നാലും ഒരു 10 മണി കഴിഞ്ഞിട്ട്, 10 മണി ആക്കണ്ട, ഒരു 9 മണി കഴിഞ്ഞിട്ടുള്ള വെയിലിൽ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങല്. ഭയങ്കര ചൂടുമാണ്, ഒരു രീതിയിലും നമുക്കങ്ങ് സെറ്റാവാത്ത പോലെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒത്തിരി വെള്ളം കുടിക്കുക, ഡീഹൈഡ്രേഷൻ വരാതിരിക്കാൻ ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുക എപ്പോഴും. അതുമാത്രമല്ല പിന്നെന്താണ്, പിന്നെ ഈ ഫോണും തൂക്കിയൊന്നും നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങല്ലേ. എൻ്റെ ഫോണിലൊക്കെ 100 വട്ടം ഇപ്പോൾ മെസ്സേജ് തന്നെ, മോളെ ഫോണ് ചൂടായി, മോള് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ സാഹചര്യം അതായതുകൊണ്ടും എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടുമാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അല്ലായിരുന്നു ഞാൻ ഫോണൊക്കെ മാറ്റി വെച്ചേനെ. ഇനിയിപ്പോൾ കുറച്ച് നേരം ഫോണൊന്ന് തണക്കാൻ വേണ്ടി വെക്കട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി ഷെയർ ചെയ്യാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ല, ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ല, കമന്റ് ചെയ്യാനും ഒരാളും മറക്കരുത്.